ഹായ് കൂട്ടുകാരെ, ജാനി നീനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനിമോളെ പാർക്കിലൊന്നും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ടൂറിസത്തിനെ പറ്റി അറിഞ്ഞത്. ഇതാണ് കൊല്ലം തേനി ദേശീയപാതയുടെ സമീപത്തെ 110 ഏക്കറിലെ വയ്യാങ്കര ചിറ. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുത്തനെയുള്ള ഈ ഇറക്കം ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും. ഈ ഒരു പാർക്കിലേക്ക് കയറാനുള്ള പ്രവേശന ഫീസാണ് 20 രൂപ. പിന്നെ കുട്ടികളുടെ പാർക്കിലേക്ക് കയറണമെങ്കിൽ നമ്മൾ 30 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. പിന്നീട് ഓരോ വാട്ടർ റൈഡ്സിനും 100 രൂപ വീതമാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ മോട്ടോർ ബോട്ടുണ്ട്, പെഡൽ ബോട്ടുണ്ട്, കയാക്കിംഗ് ഉണ്ട്, കൊട്ടവഞ്ചിയുണ്ട്. അപ്പം ഇതിന് ഓരോന്നിനും 100 രൂപ വീതമാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ ചിൽഡ്രൻസ് പാർക്കിലോട്ട് 3 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. അതേപോലെ കുട്ടികളെ കൊണ്ട് കയറുന്ന പേരൻസിനും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്ത് തന്നെ ഓപ്പൺ ജിമ്മും ഉണ്ട്. അപ്പം അവിടെയും നമുക്ക് കയറി ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. 2002 ആലപ്പുഴ മെഗാ ടൂറിസം സർക്യൂട്ടിൻ്റെ ഭാഗമായി ചർച്ചകൾക്ക് തുടക്കം കുറിച്ച ഒരു ടൂറിസം പദ്ധതിയാണിത്. അതിൻ്റെ ആദ്യ പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് 2014. ലേക്ക് വ്യൂ പാലം, ബാത്റൂം, പ്രവേശന കവാടം, വിശ്രമ ബെഞ്ചുകൾ, ടവർ ഹൗസ്, മണ്ഡപം, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾപ്പെടെ ആദ്യഘട്ടം പണി പൂർത്തിയാക്കിയത് 2018. പഞ്ചായത്തിൻ്റെ കീഴിൽ കുറച്ചു നാൾ ഈ പാർക്ക് പ്രവർത്തിച്ചെങ്കിലും വലിയ നഷ്ടമായതുകൊണ്ട് അവർ പിന്നീട് അത് നിർത്തിവെച്ചു. ഈ ചിറയിൽ മത്സ്യകൃഷി നടത്തിയിരുന്ന 9ഓളം പ്രദേശവാസികൾ ചേർന്നുള്ള പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബിനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ലഭിച്ചത്. തുടർന്ന് മാസങ്ങളായി നടന്നു വന്ന 2ാം ഘട്ട ടൂറിസം പാക്കേജാണ് ഇപ്പോൾ പൂർത്തിയായി വയ്യാങ്കര ചിറ ടൂറിസത്തിന് പുതിയ പേര് നൽകി ഗ്രീൻ ഫോറസ്റ്റ് എന്ന പേരിൽ ടൂറിസം തുടങ്ങിയത്. 2ാം ഘട്ടത്തിൽ വയ്യാങ്കര ചിറ ടൂറിസം കുറച്ചും കൂടി മനോഹരമാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. നേരത്തെയുള്ള വലിയ മുളങ്കൂട്ടങ്ങൾക്ക് ചുറ്റും തറ കെട്ടിയതും നിരത്തിയിരിക്കുന്ന ചിപ്സും അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർലോക്ക് നടപ്പാതയും ഒക്കെ പുതിയതാണ്. അതേപോലെ നടപ്പാതയുടെ വശങ്ങളിൽ ചെടികളും നല്ല വൃത്തിയിൽ ചെത്തി ഒരുക്കിയ പുല്ലുകളും ഒക്കെ ഈ പാർക്കിനെ കൂടുതൽ മനോഹരമാക്കി. ആകർഷകമായ നിറങ്ങളിൽ ഒരുക്കിയ ഇരിപ്പിടങ്ങളും മൃഗങ്ങളുടെ പെയിൻറ്റിങ്ങുകളും ഒക്കെ ഇവിടുത്തെ ഭംഗി ഇരട്ടിയാക്കി. ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ വന്നപ്പോൾ ചിറയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ബോട്ട് ജെട്ടി നിർമ്മിച്ചു. ഇവിടെ ചെറിയൊരു ടീ സ്റ്റോളുണ്ട്. അവിടെ ചായ, കാപ്പി, ഏത്തയ്ക്കാപ്പം, ഉഴുന്നുവട, പരിപ്പുവട അങ്ങനത്തെ ഉള്ള പലഹാരങ്ങളും ഐസ്ക്രീമുകളും ഒക്കെ ലഭ്യമാണ്. ഈ ലേക്ക് വ്യൂ പാലത്തിൽ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കാനും ആ കൊടികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നതൊക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ലേക്ക് വ്യൂ പാലത്തിനെ. മണ്ഡപത്തിൻ്റെ അടുത്തുനിന്ന് വലതുവശത്തേക്ക് തിരിയുമ്പോഴാണ് ഈ വാട്ടർ റൈഡ്സ് ഒക്കെ ഉള്ളത്. അവിടുന്ന് ഇടതുവശത്തേക്ക് തിരിയുമ്പോഴാണ് കുട്ടികളുടെ പാർക്കുള്ളത്. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓരോ കുട്ടികളും എല്ലാ റൈഡിലും കയറാനായിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നു. കുട്ടികളുടെ ഒപ്പം തന്നെ എല്ലാ മാതാപിതാക്കളും അവരെയൊക്കെ എല്ലാ റൈഡിലും കയറാനായിട്ട് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ എല്ലാത്തിലും കയറി എൻജോയ് ചെയ്യാനായിട്ട് അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ സ്ലൈഡിൽ തന്നെ നമുക്ക് 2-3 ടൈപ്പ് ഉണ്ട്. നേരെ സ്റ്റെപ്പിൽ കയറുന്നതും അല്ലാതെ ഈ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ചവിട്ടി കയറുന്നതും പിന്നെ ഒരു ഗുഹയ്ക്കകത്തൂടെ തെന്നി ഇറങ്ങുന്നത്, വളഞ്ഞിറങ്ങുന്നത്, അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ട് സ്ലൈഡ്. ഇതിനുള്ളിൽ കയറി കഴിയുമ്പം ആ നെറ്റ് അവരങ്ങ് അടയ്ക്കും. അപ്പോഴേക്കും വാവയ്ക്ക് ഭയങ്കര പേടിയായി, അവൾ കരയാൻ തുടങ്ങി. അതിനുശേഷം അവൾ ഒന്നിലും കയറിയിട്ടില്ല. അതിന് മുന്നേ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുമായിരുന്നു ആൾ. അപ്പം കരഞ്ഞ് പിന്നെ ചേട്ടനിങ് എടുക്കുക, അവൾക്ക് ഭയങ്കര പേടിയായിപ്പോയി. അപ്പം ഇതിൽ ഒരു ആൻറ്റി നിൽപ്പുണ്ട് കുറച്ച് കുട്ടികളെ കയറ്റാനായിട്ട്. കാരണം ഒരുപാട് പേര് കയറിയാൽ അത് വെയിറ്റ് താങ്ങത്തില്ലല്ലോ. അപ്പം അതിന് അവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് കയറ്റാൻ ഒരു ആൻറ്റി നിൽപ്പുണ്ട്. ഇനി ജാനിമോൾ അടുത്ത റൈഡിൽ കയറുകയാണിത്. ജാനിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നടുക്കൂടെ ഇങ്ങനെ വലിഞ്ഞു കയറി. പിന്നെ 2 സൈഡിലും ഉണ്ടല്ലോ നമുക്ക് തെന്നി ഇറങ്ങാനായിട്ട്. ചില കുട്ടികൾക്കൊക്കെ കയറാൻ പാടാണ്, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പാടുപെട്ട് കയറുവാണ് എല്ലാ കുട്ടികളും കൂടെ. ഈ സെയിം സാധനം പണ്ട് അഴീക്കൽ ബീച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ജാനിമോൾക്ക് ഇതുപോലെ കയറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അവളെ കയറ്റി വിട്ടു. ഒരു വട്ടം കഷ്ടപ്പെട്ടൊന്ന് കയറി, പിന്നെ കയറത്തില്ല, അവിടെ നിന്നും കരയാൻ തുടങ്ങി, തിരിച്ചിറങ്ങണമെന്നും പറഞ്ഞു. പിന്നെ അവർ ഞങ്ങൾക്ക് പൈസ തിരിച്ചു തന്നു കേട്ടോ, ഇവൾ കയറഞ്ഞതുകൊണ്ട്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കാത്തത് വലിയ കാര്യമാണ്. കാരണം ഇപ്പോൾ വാവ തന്നെ ആകെ ആ സ്ലൈഡിലും സീസോയിലും ഒന്ന് കയറി, പിന്നെ ഒന്നിലും കയറിയിട്ടില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാകാം ഇവർ ഈ കുട്ടികൾക്ക്
ഫ്രീ ആയിട്ടുള്ള എൻട്രി കൊടുക്കുന്നത്. കാരണം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങളൊന്നിലും കയറത്തില്ല, ആ പൈസ നഷ്ടമല്ലേ നമുക്ക്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയെന്നറിയോ കാണാൻ. ഇപ്പം നമ്മൾ ഒരു ആക്ടിവിറ്റിയിലും പങ്കെടുത്തില്ല, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് വെറുതെ ഇവിടെ ഇരുന്ന് കാറ്റുകൊണ്ട് ഈ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് കുട്ടികൾ കളിക്കുന്നതുമൊക്കെ കണ്ട് നമുക്ക് സന്തോഷമായിട്ട് പോകാം. അപ്പം നമുക്ക് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു തരാനും ഒക്കെ വലിയ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവർ. അതേപോലെ കുട്ടികളൊക്കെ നന്നായിട്ടാണോ നിൽക്കുന്നത്, അതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയൊക്കെ നോക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പം അവർ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു ടൂറിസം മേഖല ഇത് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ അതിൽ മുന്നിട്ടിറങ്ങണം. കാരണം ഇപ്പം ആൾക്കാർ വന്നാലല്ലേ ഇപ്പോൾ ഈ പാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ വാട്ടർ റൈഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം ഇതിൽ പബ്ലിസിറ്റിയാണ് ആവശ്യം. അപ്പോൾ ആൾക്കാർ കൂടുതൽ അറിഞ്ഞാലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം എല്ലാവരും മാക്സിമം ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് കണ്ട് ഇവിടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ആ കുഞ്ഞു മോൾക്ക് ഇതിൽ കയറാൻ ഭയങ്കര പാടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും ജാനിമോൾ കൈ പിടിച്ച് സപ്പോർട്ട് ചെയ്ത് അതിനെ മണ്ടയ്ക്ക് കയറ്റി. പക്ഷെ മണ്ടയ്ക്ക് എന്നപ്പോഴത്തേക്ക് ആശായിട്ട് മറന്നുപോയി, തന്നെ നിരങ്ങി ഇങ്ങ് പോന്നു. അതവിടെ നിൽക്കുമായിരുന്നു. പിന്നെ തിരിച്ച് എന്നിട്ടാണ് അതിനെ താഴോട്ട് ഇറക്കി വിട്ടത്. ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും പിള്ളേർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയായി. അവർക്ക് തിരികെ വരണ്ട. അന്നേരമാണ് വാവയും കുറച്ചുകൂടെ ആക്റ്റീവായി എല്ലാത്തിലും കളിക്കാൻ തുടങ്ങിയത്. വാവയ്ക്ക് ഈ ഒരു റൈഡാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അതിൽ നിന്ന് ഇറങ്ങത്തില്ല. ബാക്കിയുള്ള കുട്ടികളൊക്കെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഇവരിറങ്ങിയിട്ട് കയറാൻ. പക്ഷെ അതിൽ നിന്ന് ഇറങ്ങത്തില്ല. അങ്ങനെ പിന്നെ കുറേ സമയം കൂടെ അവിടെ നിന്ന് കളിച്ചു. ഇരുട്ടിയപ്പോഴേക്കും അവിടുത്തെ വിളക്കുകളൊക്കെ തെളിഞ്ഞു. അപ്പോൾ തന്നെ വളരെ ഭംഗിയായിരുന്നു അവിടെ കാണാൻ. ഈ മുളയുടെ ഇടയ്ക്കൊക്കെ ലൈറ്റ് ഇരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നിയില്ല. അത്രയ്ക്കും കുട്ടികൾക്ക് സന്തോഷമായി അവിടെ പോയി കളിച്ചതൊക്കെ. പിന്നെ നമുക്കാണെങ്കിലും കണ്ടിരിക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണത്. ആ വെള്ളത്തിലൊക്കെ ആണെങ്കിലും ധാരാളം മീനുകളുണ്ട്. അപ്പോൾ അത് ചാടി വരുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ 8 മണി വരെയാണ് സമയമുള്ളത്. അപ്പം ചില ആൾക്കാരൊക്കെ 8 മണിയാകാൻ വരെ നോക്കി നിൽക്കും. അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ, മഴയല്ലേ. നമ്മൾ ആക്റ്റീവിലും കൂടെ പോയത്. അപ്പോൾ 2 വീലറിൽ പോയതുകൊണ്ട് തന്നെ മഴയായി കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓടി മണ്ഡപത്തിനടുത്തേക്ക് വന്നു. അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിനൊത്ത് ഒരു മാമൻ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഈ വന്ന ഒരു കുട്ടി ആ മാമൻ്റെ ചുവടുകൾക്കൊപ്പം ചൂട് വെക്കാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാരൊക്കെ ആ കുഞ്ഞ് ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ട് കുറേ സമയം അവിടെ നിന്നു. അവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സന്തോഷത്തിലാണ് അവരെന്ന്. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ മക്കളെ സന്തോഷമാണല്ലോ വലുത്. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് വന്നപ്പം കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം അവർ സന്തോഷിക്കുന്നത് കണ്ടിട്ട് നമുക്കും ഒരുപാട് സന്തോഷമാകും. ഈ ഒരു ടൂറിസം പ്രോജക്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം നമുക്ക് ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ ഇവിടെ വരണം, ഇവരെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രോജക്റ്റ് അവർക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം ആളുകൾ ചെന്നില്ലെങ്കിൽ ഇതൊരിക്കലും സക്സസ് ആവത്തില്ല. പാടാനൊക്കെ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടെ പാടാനൊരു അവസരമാണ്. കാരണം കുറേ ആൾക്കാരുടെ മുന്നിൽ നമുക്ക് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാമല്ലോ. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് പാട്ട് പാടുകയാണ്. ഈ ഒരു പാർക്കിൽ വന്നതും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.